അടിസ്ഥാന പലിശ നിരക്കിൽ 0.25% കുറവ് വരുത്തി റിസർവ് ബാങ്ക്. ഇതോടെ റിപ്പോ നിരക്ക് 5.5% നിന്ന് 5.25% മാറി. ഇതിനാൽ അടുത്ത 2 മാസത്തേക്ക് ഭവന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയും. വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് കാലയളവോ കുറഞ്ഞേക്കാം. പുതിയ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും ഇതിനനുസരിച്ച് കുറഞ്ഞേക്കാം. പുതിയ നിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ളതിന്റെ കാലാവധി കഴിയുമ്പോൾ പുതുക്കുകയോ ചെയ്യുമ്പോഴാണ് പുതിയ പലിശ നിരക്ക് ബാധകമാവുന്നത്. ഫെബ്രുവരി 4 മുതൽ 6 വരെയുള്ള തീയതികളിലാണ് റിസർവ് ബാങ്കിന്റെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി. 2025 ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ നടന്ന MPC യോഗങ്ങളിൽ ആകെ 1% പലിശയാണ് കുറച്ചത്. ഏകകണ്ഠമായിട്ടാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം 6 അംഗ MPC എടുത്തത്. സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ പ്രതീക്ഷിച്ച രീതിയിൽ പണപ്പെരുപ്പത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ഒക്ടോബറിൽ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ നിരക്കിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു. ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉണർവുണ്ടായിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് ശക്തമായി തുടരുന്നുണ്ട്. നഗരമേഖലകളിൽ ക്രമാനുഗതമായ വളർച്ച ഡിമാൻഡിൽ ഉണ്ടാവുന്നുണ്ടെന്നും RBI ഗവർണർ വ്യക്തമാക്കി. നിർമ്മാണ മേഖലയിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാവുന്നുണ്ട്. സേവന കയറ്റുമതി മേഖലകൾ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും RBI ഗവർണർ വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ച ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാവുമെന്നും RBI പ്രത്യാശ പ്രകടിപ്പിച്ചു.